ചോദ്യം ഇതാണ്, എന്താണ് ശുശ്രൂഷ? പ്രസ്ബീറ്റർ എന്ന് പറഞ്ഞ ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പത്രോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുക. ആട്ടിൻകൂട്ടത്തെ എന്ത് ചെയ്യുക? മേയിക്കുക. ആട്ടിൻകൂട്ടത്തെ മേയിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താ മേയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മേയിക്കുക എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക, സൂക്ഷിക്കുക, അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും എന്ത് ചെയ്യുക? നിറവേറ്റി കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, നല്ല നല്ല പുല്ലുള്ളിടത്തിലേക്ക് അതിലെ കൊണ്ടുപോവുക, അതിന് സംരക്ഷണം കൊടുക്കുക, സുരക്ഷിതത്വം കൊടുക്കുക, അതെല്ലാം ചെയ്യണം അല്ലേ? പക്ഷേ ഇപ്പം നമ്മൾ ഇത് യേശു ആടിൻ്റെ ഉപമ പറയുമ്പോഴും അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുമ്പോഴും കാഹളം ഊതുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോഴും അവർക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സദൃശ്യമാണ് അവിടെ ഉപയോഗിക്കുന്നത്, ഒരു ഉപമയാണ് ഉപയോഗിക്കുന്നത്. ആട്ടിൻ കൂട്ടവും ഇടയൻ അല്ലേ? ആട് ഇടയൻ എന്നുള്ള ഒരു സാദൃശ്യം ഉപയോഗിക്കും. അപ്പോൾ അവർക്കത് വളരെ വേഗത്തിൽ മനസ്സിലാവും. ഒരു ആടിനെ മേയിക്കുക, പാലിക്കുക, പരിപാലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാകുക. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഇത് ഒരു ആടിനെ മേയിക്കുന്ന ഒരു ഇടയൻ്റെ ഒരു ചുമതലയാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി എൻ്റെ അകത്ത് മറന്നു പോകരുത്. ഈ ആട് ആരുടെ ആടാ? ആരുടെ ആടാ? ദൈവത്തിൻ്റെ ആടാ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ. ആരുടെ ആട്ടിൻകൂട്ടമാണ്? ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കാനുള്ള വെറും മേയ്പ്പൻ മാരാണ് നമ്മളല്ലേ? മേയിക്കുന്ന ആൾക്കാർ മാത്രമാണ് നമ്മൾ. വേറെ യാതൊരു വിധമായ ഉത്തരവാദിത്തങ്ങളും നമുക്കില്ല. ഈ ആടിൻ്റെ മേൽ യാതൊരു വിധമായ അവകാശങ്ങളും നമുക്ക് ഇല്ല. മറന്നു പോകരുത്, ആടിൻ്റെ മേൽ അവകാശമുള്ളത് ആർക്കാണ്? അത് ആരുടെയാണ്? ആട് ദൈവത്തിൻ്റേതാണ്. ആട് ദൈവത്തിൻ്റേതാണ്. ഒരു കൂട്ടം ആടിനെ എന്ത് ചെയ്യാണ്? നിങ്ങളെ ഏൽപ്പിക്കുകയാണ് അതിനെ മേയിക്കാൻ. അതിനെ നഷ്ടപ്പെടാതെ, അതിന് ദോഷം വരാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? ഇടയന്മാർക്കുള്ളത്, അല്ലെങ്കിൽ നമുക്കുള്ളത് എന്ന് മറന്നു പോകരുത്. അത് വളരെ വളരെ കൃത്യമായിട്ടാണ് നമുക്ക് നമ്മുടെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നമുക്ക് ആടുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഇഷ്ടം പോലെ ആടുണ്ട്. എല്ലാ ആടിനെയും മേയ്ക്കേണ്ട ചുമതല നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കൂട്ടം ആടിനെ ഏൽപ്പിച്ചിരിക്കുക. ആ ആടിൻ്റെ കാര്യം മാത്രം എന്ത് ചെയ്യാൽ മതി? ആ ആട്ടിൻകൂട്ടത്തിൻ്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയാവും. വേറെ ആട്ടിൻകൂട്ടത്തിൻ്റെ കാര്യം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ നോക്കേണ്ട കാര്യം ഇല്ല. കാരണം ആ ഒരു പ്രത്യേക സമയത്ത് നിങ്ങളാണ് ആട്ടിൻകൂട്ടത്തിൻ്റെ ഉത്തരവാദിത്വം. ഓക്കെ, ആരുടെ ആടാ? ദൈവത്തിൻ്റെ ആട്. നമുക്കതിൽ അവകാശമില്ല. നമുക്ക് ഒറ്റൊരു അവകാശമുള്ളൂ, അതിനെ എന്ത് ചെയ്യുക? അതിനെ പാലിക്കുക, പരിപാലിക്കുക, അതിനെ നയിക്കുക, അതിനെ മേയിക്കുക, അതിൻ്റെ സുഖസൗകര്യങ്ങൾ എന്ത് ചെയ്യുക? അന്വേഷിക്കുക. കൃത്യസമയം വരുമ്പോൾ എന്ത് ചെയ്യുക? യജമാനെ ഇതാണ് അങ്ങനെ ആട്, ഇതിലൊന്നുപോലും എന്ത് ചെയ്തിട്ടില്ല, നഷ്ടമായി പോയിട്ടില്ല എന്ന് പറയുക. അതാണ് ഉത്തരവാദിത്വം. ഏതാണ്ട് അതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. നമുക്കറിയാമെങ്കിലും ഒന്നുകൂടെ ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് നമ്മളതിനു വേണ്ടി, ആ വേലയ്ക്ക് വേണ്ടി നമ്മളെ തിരഞ്ഞെടുക്കുക കഴിയുമ്പോൾ അതൊരു നിർബന്ധത്താലല്ല ചെയ്യുന്നതെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോസ്തലൻ പത്രോസ് അപ്പോസ്തലൻ അങ്ങനെയാണ് പറഞ്ഞത്, നിർബന്ധത്താലല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ ആടുകളെ മേയിക്കുക. അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷരാകുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു കുഴപ്പമുണ്ട്. അവർക്കത് പലപ്പോഴും അതിന് ചെയ്യുന്നത്, അത് തിരിഞ്ഞു പോകുന്നു. ഞങ്ങൾ ഓർക്കുന്നത് ഇത് ഏതാണ്ട് അവകാശം പോലെയാണെന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഞാനാണതിൻ്റെ അതോറിറ്റി എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ശുശ്രൂഷ ചെയ്യുന്നത്. ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, എങ്ങനെയാണ് തിരുമേനി അങ്ങനെ ചുമ്മാ പറഞ്ഞാൽ പറ്റത്തില്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയും അല്ലേ? നമ്മളൊരു ആടിനെ പരിപാലിക്കുകയാണല്ലോ. ഒരു ആടിന് ക്ഷീണമാണെന്ന് വിചാരിച്ചു, എന്ത് ചെയ്യണം? ആടിന് ക്ഷീണമാണെന്ന് ചെയ്യും? ആടിന് പോയി നോക്കണം അല്ലേ? നമ്മുടെ പള്ളിയിൽ ഒരാൾക്ക് ക്ഷീണമാണ്, എന്ത് ചെയ്യണം? ഇവിടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു കൂട്ടമാണ് നമുക്ക് തരുന്നത് അല്ലേ?
ഒരു പള്ളിയിൽ 500 ആട കുടുംബമാണ്, ഒരു പള്ളിയിൽ 300 അല്ലെ 200 അല്ലെ 50 അല്ലെ 25 കൃത്യമായിട്ട് എണ്ണമായിട്ടാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നത് അല്ലേ. ആ അത്രയും എണ്ണം ആടുകളുടെ, കുടുംബങ്ങളുടെ, ജനങ്ങളുടെ എല്ലാവിധമായ ആത്മീയ പരിപോഷണവും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ആരുടെയാ? ഈ ജനം ആരുടെയാ? ജനം ദൈവത്തിൻ്റെ ജനമാണ്. അപ്പോൾ നമ്മൾ ആരുടെ ശുശ്രൂഷ, ആർക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. ക്രിസ്തുവിന് വേണ്ടിയാണ്. യേശുവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടിയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു, ക്രിസ്തു എന്ത് ചെയ്തിരിക്കുന്നു, നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആ നൽകിയിരിക്കുന്ന ആൾക്കാരെ ക്രിസ്തുവിൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. യേശുവിൻ്റെ ശുശ്രൂഷയെ നമ്മൾ നോക്കുമ്പോൾ ആ ഇടയ ശുശ്രൂഷയെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ അടുത്ത് വന്ന് രോഗികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? യേശു എന്ത് ചെയ്തു? അവർ സൗഖ്യമാക്കി. വിശന്ന് വന്നവർക്ക് എന്ത് ചെയ്തു? അവർക്ക് ആഹാരം നൽകി അല്ലേ. പിന്നെ എന്ത് ചെയ്തു? വളരെ ശക്തമായ ഉപദേശം എന്ത് ചെയ്തു? അവരെ കൊടുത്തു അല്ലേ. അതെല്ലാം ആ ശുശ്രൂഷയാണ് ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. യേശു ഫിസിക്കലായിട്ട് എന്ത് ചെയ്യില്ല, നമ്മുടെ അടുത്തില്ല. ആ ശുശ്രൂഷ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? ഏൽപ്പിക്കുകയാണ്. നമ്മൾ ഓർക്കുന്നത് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ശുശ്രൂഷയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മിനിസ്ട്രി എന്ന് പറയുമ്പോൾ, സെർവൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ വലിയ അധികാരമുള്ള ആൾക്കാരായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യും തോന്നിപ്പോകുന്നത്. പക്ഷേ അതങ്ങനെ അല്ലെന്നാണ് സൂക്ഷ്മമായിട്ട് നമ്മൾ വേദോസം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അധികാരമല്ല, പിന്നെയോ ആ ആടിൻ്റെ യജമാനൻ്റെ ഇഷ്ടം നിറവേറ്റുക മാത്രമേ നമ്മളെ സംബന്ധിച്ച് ഉള്ളൂ. നമ്മുടെ ഇഷ്ടമേ എൻ്റെ അതില്ല. നമുക്ക് ഇഷ്ടമില്ല എന്ത് ചെയ്യാം? ഇഷ്ടമില്ലെങ്കിൽ യജമാനെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? പോകുകയേ നിവൃത്തിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ല. അപ്പം നമ്മൾ ആ വാക്യങ്ങളെല്ലാം നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു സംഗതി 1-ാം പാഠം വായിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, പ്രസംഗിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കാഹളം ഊതുന്ന ആളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കാവൽക്കാരനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആരാണ്? കാവൽക്കാരൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാവൽക്കാരൻ്റെ ഡ്യൂട്ടി എന്താ? എന്നാ കാവൽക്കാരനായിരിക്കും? എന്നാ കാവൽക്കാരനാ? കാവൽക്കാരൻ എവിടെയാണ് നിൽക്കുന്നത് അറിയാമോ? എവിടെ നിൽക്കുന്നത്? എല്ലാവരെക്കാളും ഉയരത്തിലാണ്. എല്ലാവരെക്കാളും ഉയരത്തിൽ നിൽക്കുകയാണ്. ആ ഒരു പട്ടണത്തെ നോക്കാനായിട്ട് എവിടെ നിന്നെല്ലാം ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചുമതല. നോക്കിയിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക? കാഹളം ഊതുക, അതിന് അടയാളം കൊടുക്കുക. ശത്രുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങണം. അങ്ങനെ ഒരുങ്ങിയിരുന്നാൽ എന്ത് ചെയ്യാം? അവർ ശത്രുക്കൾ വരുമ്പോൾ അവരെ കീഴ്പ്പെടുത്താതെ അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും. കാഹളം ഊതുക എന്നുള്ളതാണ് അവരുടെ ചുമതല. അവിടെ വളരെ കൃത്യമായിട്ട് വിവരിച്ചത് പറയുന്നുണ്ട്. കാഹളം ഊതുക എന്നുള്ള കാഹളം ഊത്തുകാരൻ്റെ, കാവൽക്കാരൻ്റെ ചുമതലയാണ്. അവൻ എപ്പോഴും എന്തിരിക്കണം? അവൻ വിജിലൻ്റ് ആയിരിക്കണം. അവന് ഉറങ്ങാനോ അവന് സ്വന്തം കാര്യം നോക്കാനോ ആ ഡ്യൂട്ടി സമയത്ത് അവന് പറ്റത്തില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അവൻ ശ്രദ്ധയോടെ ഇരിക്കണം. എന്തെങ്കിലും ഒരു അപകടം വരുന്നുകൊണ്ടാൽ അന്നേരം എന്ത് ചെയ്യുക? കാഹളം ഊതണം. കാഹളം ഊതാതിരുന്നാൽ എന്ത് ചെയ്യും? ശത്രുക്കൾ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ, ഇവിടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ, ജീവന് നാശം വന്നാൽ അതിന് പകരം ആരുടെ ജീവൻ ചോദിക്കും? കാവൽക്കാരൻ്റെ ജീവൻ ചോദിക്കും. ഊതി ഇവർ ഒരുങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് നിനക്ക് ആ ശിക്ഷയിൽ നീ വിടുതൽ ഉണ്ട്. അപ്പോൾ കാവൽക്കാരൻ്റെ ഉത്തരവാദിത്തം കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. കാവൽക്കാരൻ്റെ ഉത്തരവാദിത്തം എന്താ? എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പറയുമ്പോൾ, അല്ലെ ശുശ്രൂഷയിൽ പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമേറിയ വചനങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ജനങ്ങളുടെ വേണ്ടി അവരോട് പറയുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്ത് ചെയ്യുക? പ്രസ്താവിക്കുക. എന്താണ് ജനങ്ങൾ, ഏത് വഴിയെ പോകുന്നു, ഏത് രീതിയിൽ നീങ്ങുന്നു, അവരുടെ ആത്മീയ ജീവിതം എന്താണ്, അവർ വചനത്തിനനുസരിച്ചാണ് പോകുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ദൂത് എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള ദൂത് അവർ പറയണം. മനസ്സിലായല്ലോ? കാഹളം ഊതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ആ തൻ്റെ നോക്കാനുള്ള ആ ജനത്തിനെ രക്ഷിക്കുക എന്നുള്ളതാണ് ചുമതല അല്ലേ. നമ്മളിപ്പോൾ ഒരു മുമ്പേ പറഞ്ഞ പോലെ ഒരു കൂട്ടം കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു കൂട്ടം ആൾക്കാരെ തന്നിരിക്കുകയാണ്. അവരുടെ ജീവിത രീതികൾ, അവരുടെ പോക്കൊക്കെ കൊണ്ട് അവർ നിത്യജീവനിലേക്കാണോ നിത്യദാസത്വത്തിലേക്കാണോ പോകുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 2 കണ്ണും 2 കാതും കൂർപ്പിച്ച് നോക്കിയിരിക്കണം. അങ്ങനെ ഏതെങ്കിലും വഴിതെറ്റി പോകുന്നെങ്കിൽ എന്ത് ചെയ്യണം? അവരോട് പറയണം. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഘോഷണമാണ് കാഹളം ഊത്ത് എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കയ്യിൽ നിന്നെടുത്ത് പറയുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നതാണ്, നമ്മൾ അങ്ങനെ പോകരുത് എന്ന് പറയുന്നതാണ്
കാഹളമൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം? ജനത്തെ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അല്ലേ? ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഉദാഹരണം തന്നെ ഇവരോട് പൊതുവായിട്ടും കൂടെ പറയട്ടെ. ഒരിടയൻ എന്ന് വിചാരിച്ചോളുക. ഒരിടയനെ ഒരു ആട്ടിൻകൂട്ടത്തെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഒരു പള്ളി ഒരിടയനെ ഏൽപ്പിച്ചു. അദ്ദേഹം ചെന്ന് ആദ്യത്തെ 2-3 മാസം കൊണ്ട് അവിടെയുള്ള വീടുകളെല്ലാം സന്ദർശിച്ചു. അദ്ദേഹം ബഹുമിടുക്കനായിരുന്നതുകൊണ്ട് അവരുടെ രീതികളൊക്കെ മനസ്സിലാക്കി ഇപ്രകാരം അദ്ദേഹം ഒരു കണക്കെടുത്തപ്പോൾ അവിടെ ഏതാണ്ട് 50ഓളം മദ്യപന്മാരായ ആൾക്കാരുണ്ട്, ലഹരി വസ്തുക്കൾക്ക് അടിമയായ 50 പേരുണ്ട്. അങ്ങനെ ഓരോ സെക്ഷൻ അദ്ദേഹം കണക്കെടുത്തു. 5 വർഷം സേവനം ചെയ്തു. വീണ്ടും അദ്ദേഹം കണക്കെടുത്തു. പോകാൻ നേരമായപ്പോൾ പിന്നെ നോക്കി, മദ്യപന്മാരുടെ എണ്ണം 75ആയി. കുടിയന്മാരാണ്. കാഹളം ഊതിയോ ഇല്ലയോ? വേണ്ട രീതിയിൽ ഊതിയോ ഇല്ലയോ? മദ്യപാനികൾ എന്ത് ചെയ്തില്ല? ധൈര്യമായിട്ട് പറഞ്ഞു, മദ്യപാനികൾ എന്ത് ചെയ്തില്ല? മദ്യപാനികൾ ദൈവരാജ്യാവകാശമാക്കുകയില്ല. ഇടയൻ്റെ ശുശ്രൂഷ കൊണ്ട് എത്ര പേര് ദൈവരാജ്യത്തിന് അന്യപ്പെട്ടു പോയി? 25 പേര് പോയി. 50 ഉണ്ടാകത്തുള്ളൂ, 25 പേര്. ശക്തമായിട്ട് എന്ത് ചെയ്യണമായിരുന്നു? അതിനെക്കുറിച്ചുള്ള വചനം എന്ത് ചെയ്യണം? പ്രസംഗത്തിലൂടെ, അല്ലാതെ വിസിറ്റിങ്ങിലൂടെ, പേഴ്സണലായിട്ടുള്ള ഇടപെടലിലൂടെ, കൂട്ടായ്മ യോഗങ്ങളിലൂടെ, പാട്ടിലൂടെ, പ്രാർത്ഥനയിലൂടെ, മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളോടെ എന്ത് ചെയ്യായിരുന്നു? മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൻ്റെ വെളുത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു അല്ലേ? ഓക്കെ, അത് തിരിച്ചെന്ന് കൂട്ടിക്കോ. 50 പേരുണ്ടായിരുന്നു, പോരാൻ നേരമായപ്പോൾ 25 പേരേ ഉള്ളൂ. അപ്പോൾ എത്രയായി? 25 പേരെ തീയിൽ നിന്ന് എന്ത് ചെയ്ത് വലിച്ചെടുത്തു. വേദപുസ്തക ഭാഷത്തിൽ പറഞ്ഞാൽ 25 പേരെ തീയിൽ നിന്ന് വലിച്ചെടുത്തു. ഞാൻ മദ്യത്തിൻ്റെയും ലഹരി വസ്തുവിൻ്റെയും കാര്യം പറഞ്ഞത്, ഇന്ന് നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണിത്, ലഹരിയുടെ ഉപയോഗം അല്ലേ? അത് ഏത് രീതിയിൽ മനുഷ്യനെ അപകടപ്പെടുത്തുന്നു, അപായപ്പെടുത്തുന്നു ഒക്കെ പറയാനേ പറ്റത്തില്ല. അത്രയുമാണ് അതിൻ്റെ ഉപയോഗം. അത് പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു, അത് നമ്മുടെ പള്ളിക്കാരൊന്നും അല്ല, വേറെ പള്ളിക്കാരാന്ന് പറയുന്നു, വേറെ പള്ളിക്കാരൊന്നും അല്ല, അല്ലാത്ത ആൾക്കാരാന്ന് പറയാമായിരുന്നു. ആ കാലങ്ങൾ കഴിഞ്ഞു പോയി. ഇന്ന് നമ്മുടെ തന്നെ ആൾക്കാർ, നമ്മുടെ പള്ളിക്കാർ തന്നെ ആ കൂട്ടത്തിലുണ്ട്. പള്ളിക്കാരെന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, അവരൊരു പക്ഷേ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അപ്പനോ അമ്മയോ മക്കളോ അനിയന്മാരോ ചേട്ടന്മാരോ ഉപ്പാപ്പന്മാരോ കൊച്ചപ്പന്മാരോ ഒക്കെ ആയിരിക്കും അല്ലേ? വേറെ പുറത്തുനിന്ന് ആരുമല്ല, നമ്മുടെ തന്നെ ആൾക്കാർ, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ കുടുംബത്തിൽ പിറന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇന്ന് അത് വളരെ വളരെ കൂടി വന്നിരിക്കുന്നു. അതിന് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തക്ക സമയത്ത് ബോധവൽക്കരണം നടത്താൻ, കാഹളം ഊതാൻ എന്നുണ്ട് നമുക്ക് അവകാശമുണ്ട്. അത് ചുമതല നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. പറയുകയാണ്, ഒരിക്കൽ നിങ്ങൾ രണ്ടും കൂടെ, ആ ഇടയനും ആടും കൂടെ ഒരിക്കൽ ന്യായവിധിയുടെ മുമ്പിൽ നിന്നു എന്ന് വിചാരിക്കുക. സങ്കല്പം പറയാണ്, നിങ്ങൾ അന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് സ്വകരാജ്യത്തിൽ പോകാൻ അവകാശം ഉണ്ടാകത്തില്ല എന്ന്, മദ്യം കഴിച്ചാലെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനെ? അന്നേ കുടി നിർത്തിയായിരുന്നു. എൻ്റെ ഇടയാ, നിങ്ങളത് പറഞ്ഞില്ലല്ലോ അല്ലേ? അടി ആർക്ക് കൂടുതൽ കിട്ടും? അവൻ പോകും നരകത്തിൽ തീർച്ചയായിട്ടും. പിന്നെയോ ഇടയനടി 2 കൂടുതലും കൂടെ കിട്ടും. ശുശ്രൂഷയുടെ ഏതാണ്ട് ഒരു കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഈ ആടുകളെല്ലാം എന്നാ സ്വഭാവക്കാരാ? ആടുകൾ എന്നാ സ്വഭാവക്കാരായിരിക്കും? എന്നാ സ്വഭാവക്കാരായിരിക്കും? ഈ അടുത്ത കാലത്ത് ഈ മഹടയല്ല കേട്ടോ, വേറെ മഹടയല്ല, ഞങ്ങളുടെ മഹടയെന്ന് കൂട്ടിക്കോ, അപേക്ഷകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ആടുകളൊക്കെ മഹാമോശം എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇടയന്മാരുടെ ആക്ഷേപം. ആടുകളൊക്കെ മഹാമോശമാണ്, പറഞ്ഞാൽ കേൾക്കത്തില്ല ആൾക്കാർ. അവരെന്ത് ചെയ്യുന്നു? തമ്മിൽ ഇടി കൂടുന്നു, കുത്തുകൂടുന്നു അല്ലേ? ബലി ചേർന്ന് നടക്കുന്നു, കൂട്ടിന് പുറത്തു പോകുന്നു. അതൊക്കെയാണ് ഇടയന്മാരുടെ ആക്ഷേപം. ആടുകളുടെ ആക്ഷേപം അത് വേറെ. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം പറഞ്ഞിരുന്നാൽ ഒടുക്കം എന്തു ചെയ്യും? ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു പോകരുത്. ഇടയശ്രേഷ്ഠൻ ഒരിക്കൽ പ്രത്യക്ഷനാകും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കാൻ നേരമില്ല. വചനം എന്ത് പറയുന്നു, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക? ശുശ്രൂഷ ചെയ്യണം നിർബന്ധമായിട്ട്. ലക്ഷ്യം ഒന്ന് മാത്രം, അവരെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ചേർത്ത് നിർത്തുക. ആകമാനമായിട്ടുള്ള ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആടുകളെ, ദൈവമക്കളെ, സഭാമക്കളെ എന്ത് ചെയ്യുക? അവരാരുമായിക്കോട്ടെ, ഏത് സ്വഭാവമായിക്കോട്ടെ ഉള്ളവരായിക്കോട്ടെ, അവരെ ഏത് വിധേന എന്ത് ചെയ്യുക? ദൈവപക്ഷം ചേർത്ത് നിർത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് നമ്മുടെ ശുശ്രൂഷ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതിനുവേണ്ടിയാണ് നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ചു നിലവിളിക്കുമാറ് അത്രയും കഷ്ടങ്ങളോടെ തൻ്റെ പുത്രൻ കടന്നുപോയത്. വേറെ ഒന്നും കൊണ്ടല്ല, എന്നെയും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം സ്നേഹിച്ച സ്നേഹമാണ്.
അതുകൊണ്ട് ആ ഒരു വലിയ ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവ്വം എന്ത് ചെയ്യണം? നിങ്ങൾ പ്രസ്പിറ്റർ എന്നുള്ള നിലയിൽ ശുശ്രൂഷ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കൽ നമ്മൾ ഇടയശ്രേഷ്ഠൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആ ഒരു ബോധം നമുക്കിപ്പോഴും ഉണ്ടായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് വന്നേക്കാം. അതിനെല്ലാം അതിജീവിച്ച് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുക. ആരുടെ വേലയാണ്? കർത്താവിൻ്റെ വേല. ആരുടെ ആടാ? ദൈവത്തിൻ്റെ ആട്. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ്. പത്രോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ്. ആ ഒരു ചിന്തയോടെ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ ഒടുക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒടുക്കം നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നല്ല ഇടയൻ, നല്ല വേലക്കാരൻ എന്നുള്ളൊരു ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ള അതിന് യാതൊരു സംശയവുമില്ല.